നമസ്കാരം. ഇന്ത്യയിലെ തന്നെ വളരെ മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. കഥ കൊണ്ടും മേക്കിംഗ് കൊണ്ടും മികച്ചു നിൽക്കുന്ന അനവധി സിനിമകളാണ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ അനവധി കഥാപാത്രങ്ങളാണ് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ അനശ്വരനായ നടനാണ് പ്രേം നസീർ. അഭിനയം കൊണ്ട് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ നടനും ഷീലയും ആരാധകരുടെ എക്കാലത്തെ മികച്ച ജോഡികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ പ്രണയ ജോഡികൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കുഞ്ചാക്കോ ബോബനും ശാലിനിയുമാണ്. കോളേജ് റൊമാൻസ് സിനിമകളായി മോളിവുഡിൽ നിറഞ്ഞു നിന്നിരുന്ന താരങ്ങളായിരുന്നു ഇവർ. മലയാളത്തിൽ റൊമാൻറ്റിക് ട്രെൻഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു ഇവർക്ക്. കൂടാതെ മലയാളികളുടെ പ്രിയ കോംബോയാണ് മോഹൻലാൽ ശോഭന കോംബോ. ഈ ജോഡിയാണ് ഇപ്പോൾ ഇവിടുത്തെ താരം. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിക്കുന്ന തുടരും എന്ന സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്. തരുൺ മൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധാനം. സോഷ്യൽ മീഡിയയിൽ നിറയെ തുടരും സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. എന്നാൽ ഇപ്പോൾ ശോഭനയ്ക്കെതിരെ വന്ന ഒരു അധിക്ഷേപ കമന്റും അതിൽ തരുൺ മൂർത്തി നൽകിയ മറുപടിയുമാണ് ചർച്ചയാകുന്നത്. മീന ലാലേട്ടനാണ് സൂപ്പർ കോംബോ, ശോഭന തള്ളയായി. ഈ കമന്റിനാണ് അരുൺ മറുപടി നൽകിയത്. മലയാളി മീഡിയ എന്ന പേജിൽ നിന്നാണ് ഈ കമന്റ്. ആ കയ്യിലിരിക്കുന്ന ചൂൽ മുറ്റമടിക്കാൻ മാത്രമല്ല എന്ന് പറയാൻ പറഞ്ഞു ലളിത. ഇതാണ് തരുൺ മൂർത്തി പറഞ്ഞത്. തരുൺ എന്ന ചിത്രത്തിലെ ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേരാണ് ലളിത. ഫാമിലി ഡ്രാമ വിഭാഗത്തിലാണ് ഈ ചിത്രം. മോഹൻലാൽ, ശോഭന എന്നിവർക്ക് പുറമെ ബിനു പപ്പു, ഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം ഏപ്രിൽ 25-നാണ് തിയേറ്ററുകളിൽ എത്തുക. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടരും. UA സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. എമ്പുരാൻ തിയേറ്ററിൽ പ്രദർശനം തുടരുമ്പോഴാണ് സാധാരണക്കാരനായ ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തുന്നത്. തങ്ങളുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥനാണ് ഷൺമുഖൻ. ഷൺമുഖന്റെ ജീവിതത്തിലൂടെയാണ് സിനിമ കടന്നുപോകുന്നത്. ശോഭന ലളിത ഷൺമുഖനായി ചിത്രത്തിൽ എത്തുന്നു. ലാലേട്ടൻ സാധാരണക്കാരന്റെ വേഷത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. പ്രേക്ഷകർ കാത്തിരുന്ന ഈ മികച്ച സംയോജനം സിനിമയുടെ പ്രധാന ആകർഷണമായാണ് മാറുന്നത്. 2009-ലെ സാഗർ ഇലിയാസ് ജാക്കിയുടെ ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണിത്. ദമ്പതിമാരായ ഇരുവരും അവസാനമായി വേഷമിട്ടത് 2004-ലെ മാമ്പഴക്കാലത്തിലാണ്. ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാലിനെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ആരാധകർക്കുണ്ട്. ഫീൽഡുമായി തുടങ്ങുന്ന സിനിമ ത്രില്ലർ സ്വഭാവത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം എവർഗ്രീൻ കോംബോ എന്നും മറ്റും അഭിസംബോധന ചെയ്ത് ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ആ സമയം മുതൽ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും. മോഹൻലാൽ അടക്കം സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ചിത്രത്തിനായുള്ള ഡബ്ബിംഗ് മോഹൻലാൽ പൂർത്തിയാക്കിയെന്ന അപ്ഡേറ്റുമായി ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം സംവിധായകൻ തരുൺ മൂർത്തി പങ്കുവച്ചിരുന്നു.